ഹലോ, അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ കാസർഗോഡുകാരുടെ മാത്രം സ്വന്തമായിട്ടുള്ള പത്തലിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത് അരി വെച്ച് അരച്ചുണ്ടാക്കിയ പത്തലാണ്. അപ്പോൾ നല്ല സോഫ്റ്റായി കിട്ടുന്നുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ പണ്ടൊക്കെ അരച്ചാണല്ലോ ഉണ്ടാക്കാറ്. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ പത്തിരി പൊടിയും അതുപോലെ നമ്മൾ വീട്ടിൽ റൈസ് പൊടിപ്പിച്ചുണ്ടാക്കിയും അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ എത്ര പത്തിരി പൊടിയിലൊന്നും ചെയ്താലൊന്നും നമുക്ക് ഈ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ കൺഫ്യൂഷനാണ് അതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് മിക്സിയിലിട്ട് ജസ്റ്റ് അരച്ചെടുക്കാനും പറ്റും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ എത്രയാണോ പുഴുക്കലരി എടുക്കുന്നത് അതിൻ്റെ നേരെ പകുതി പച്ചരി എടുക്കുക. പുഴുക്കലരി എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു മട്ട റൈസ്, ബോയിൽഡ് റൈസ് എന്നൊക്കെ പറയുന്നില്ലേ, ആ ഒരു റൈസ് തന്നെയാണ് നമ്മൾ സാധാരണ ചോറൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് പുഴുക്കലരിയും 1 കപ്പ് പച്ചരിയും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് 4-5 മണിക്കൂർ കുതിർത്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള അരിയാണ്. അപ്പോൾ 4-5 മണിക്കൂർ എന്തായാലും കുതിർത്ത് വെക്കാം കേട്ടോ. പിന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഗ്രൈൻഡറിൽ വേണമെങ്കിൽ ഗ്രൈൻഡറിൽ അരച്ചെടുക്കാം. അപ്പോൾ മിക്സിയുടെ ബ്ലെൻഡറിൽ ഇട്ടിട്ടും നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാൻ പറ്റും, നല്ല മഷി പോലെ. അപ്പോൾ ഒരു ഇച്ചിരി ലൂസായിട്ട് തന്നെ അരച്ചെടുക്കുക. ഉപ്പും ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. പിന്നെ ഇതിപ്പോൾ 3 കപ്പ് ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് ഒന്നിച്ച് അരച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ 2 പ്രാവശ്യമായിട്ട് ഞാനിവിടെ മിക്സിയുടെ ബ്ലെൻഡറിൽ തന്നെയാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. ആ ഒരു ജാറിൽ ഇട്ടിട്ട് തന്നെയാണ്. അപ്പോൾ നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല മഷി പോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് തന്നെയാണ് കേട്ടോ അരച്ചെടുത്തത്. അപ്പോൾ ഇതുപോലെ ഒരു ഇച്ചിരി ലൂസായിട്ട് തന്നെ അരച്ചെടുക്കുക. നമുക്കിത് പിന്നീട് വാട്ടിയെടുക്കാനുണ്ട്. അപ്പോൾ 2 പ്രാവശ്യമായിട്ടാണ് അരച്ചെടുത്തത്. അപ്പോൾ നല്ല നൈസായിട്ട് തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്കിത് വാട്ടിയെടുക്കണം. അപ്പോൾ നമുക്കൊരു നല്ല ചൂടായ പാനിലിട്ടിട്ട്, നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാനിലിട്ടിട്ട് നമുക്കിത് വാട്ടിയെടുക്കാം. അപ്പോൾ ഈ ഒരു പാന് നന്നായി ചൂടായിട്ടുണ്ട്. അപ്പോൾ മീഡിയം ഫ്ലെയിം അല്ലെങ്കിൽ ഒരു ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഇതിലോട്ട് നമുക്ക് പകുതി മാവ് ആദ്യം ഒന്ന് വാട്ടിയെടുക്കുക. പിന്നീട് നമുക്ക് ബാക്കിയുള്ളതും കൂടെ വാട്ടിയെടുത്താൽ മതി. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെക്കുക. പിന്നെ നമുക്ക് ചൂട് കൂടുന്നുണ്ട് എന്ന് തോന്നുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെച്ചാൽ മതി. ഇനി ഇതുപോലെ ഇത് നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് തിക്കായിട്ട് വരും. അതുവരെ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കണം. അപ്പോൾ എൻ്റെ അടുത്ത് മുമ്പ് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അരച്ചുണ്ടാക്കുന്ന ഒരു പത്തലിൻ്റെ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്യുമെന്നൊക്കെ ചോദിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും ഇങ്ങനെയൊന്നും അറിയില്ല. ഇപ്പോൾ ഇപ്പോഴത്തെ പിള്ളേർക്ക് മാത്രമല്ല കേട്ടോ, ഇപ്പോൾ അരച്ചുണ്ടാക്കുന്നതൊക്കെ വളരെ കുറവാണ്. ഞാനും പത്തിരി പൗഡറിൽ തന്നെയാണ് കൂടുതലും ഉണ്ടാക്കാറുള്ളത്. നമ്മൾ നാട്ടിൽ നിന്നൊക്കെ കൊണ്ടുവന്നിട്ടുള്ള വീട്ടിൽ തന്നെ പൊടിപ്പിച്ചുണ്ടാക്കിയ ആ ഒരു പത്തിരി പൗഡർ, അതിൽ നമുക്ക് രസമായിട്ട് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഇത്രയും ടേസ്റ്റ് എന്തായാലും കിട്ടില്ല കേട്ടോ നമ്മൾ പത്തിരി പൗഡറിൽ ചെയ്യുമ്പോൾ, വീട്ടിൽ പൊടിപ്പിച്ചുണ്ടാക്കിയ പൊടിയിലാണെങ്കിൽ പോലും. അപ്പോൾ ഇതിപ്പോൾ ഇത്രയും മതി കേട്ടോ. ഇതിപ്പോൾ നല്ല തിക്കായിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റാം. അപ്പോൾ ഇതുപോലെ തന്നെ ഇനിയൊരു സ്റ്റെപ്പും കൂടെ നമുക്ക് ചെയ്യാനുണ്ട്. അതും കൂടെ ചെയ്തിട്ട് ഇതിലോട്ട് തന്നെ ആഡാക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ മൊത്തം വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറുമ്പോൾ നന്നായിട്ടൊന്ന് കൈകൊണ്ട് കുഴച്ചെടുക്കുക. ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ നല്ലോണം കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ചൂടാറിയപ്പോൾ ഞാൻ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും കട്ടയില്ലാതെ കയ്യിലൊട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി എണ്ണ തടവി കൊടുക്കുക കേട്ടോ. ഇനി നമ്മളിത് സാധാരണ ചെയ്യുന്ന പോലെ ചെറിയ ബോൾസാക്കി എടുക്കുക. നമ്മൾ പത്തിരിയൊക്കെ ഉണ്ടാക്കാനുള്ള ആ ഒരു സൈസിലുള്ള ബോൾസാക്കി എടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ആദ്യം ബോൾസാക്കിയൊക്കെ വെക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചുട്ടെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു സൈസിൽ ബോൾസാക്കി എടുക്കാം കേട്ടോ. ഇനി നമുക്കിത് പത്തിരി പ്രസ് വെച്ചിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഇതുപോലുള്ള പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ച് കൊടുത്തിട്ട് വേണമെങ്കിൽ ഒരു ഇച്ചിരി എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഇതിൻ്റെ മുകളിലും കൂടെ ഒരു ഷീറ്റ് വെച്ചിട്ട് ഒന്ന് പരത്തിയെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നമ്മൾ ഓരോന്നിങ്ങനെ പരത്തിയെടുത്തിട്ട് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്, നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ. ഇനി നമുക്കിത് നല്ല ചൂടായ നോൺ സ്റ്റിക്കിൻ്റെ തവയിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല വലിയ പത്തിരി തവയൊക്കെ ഉണ്ടെങ്കിൽ നല്ല സുഖമാട്ടോ, നമുക്ക് 3-4 എണ്ണം ഒന്നിച്ചിടാൻ പറ്റും. അല്ലെങ്കിൽ ഇതുപോലെ 2 പാൻ വെക്കണം. അപ്പോൾ ഞാനിവിടെ വാങ്ങിയിട്ടുമില്ല, മാംഗ്ലൂർ ഉള്ളത് കൊണ്ടുവന്നിട്ടില്ല, അവിടെ നിന്നൊന്നും കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ ഒരു 10-15 സെക്കൻഡ് മാത്രമേ വേണ്ടുള്ളൂ. പെട്ടെന്ന് തന്നെ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇത് 2 പാൻ വെക്കുന്നത് നമ്മളിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ മറ്റേ പാനിലോട്ട് ഇട്ട് കൊടുക്കും, പെട്ടെന്ന് പണി കഴിയാൻ വേണ്ടിയിട്ട്.
അപ്പോൾ പിന്നെ വീണ്ടും ഇതിലോട്ട് നമ്മൾ പരത്തി ഇട്ട് കൊടുക്കുക. ഇതൊന്ന് നമ്മൾ വീണ്ടും 10-15 സെക്കൻഡ് തിരിച്ചിടുമ്പോഴേക്കും നമുക്ക് ആദ്യം മറ്റേ പാനിലിട്ടതായിട്ടുണ്ടാകും. അപ്പോൾ ഇതിൻ്റെ കുറച്ച് മുകൾ ഭാഗമൊക്കെ ഇങ്ങനെ ചെറിയ കുമിളൊക്കെ വരും കേട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ നന്നായി പൊങ്ങി വരുന്നുണ്ട് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മാറ്റാം. ഇതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ പത്തിരി തവയൊക്കെ ആണെങ്കിൽ നമുക്ക് ഒറ്റ അടുപ്പിൽ തന്നെ വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഗ്യാസും ലാഭിക്കാം. അപ്പോൾ ഞാൻ പത്തിരി ഉണ്ടാക്കലും കുറവാണ് കേട്ടോ. റംസാനിലാണെങ്കിലും അങ്ങനെ ഡെയിലി പത്തൽ വേണമെന്നൊന്നുമില്ല. വേറെ വേറെ ഡിഫറെൻ്റ് ആയിട്ടൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ഓരോന്നായിട്ട് പരത്തി കൊടുക്കുക, ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ചെയ്തെടുക്കുന്ന പരിപാടിയാണ്. രണ്ടാളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പണി കഴിയും. അപ്പോൾ ഞാൻ ഈ ഒരു പാനിൽ തന്നെ ഞാൻ കാണിച്ചു തരാം. ഒറ്റ പാനിൽ തന്നെ നമുക്ക് വെക്കാനും പറ്റും കേട്ടോ. ഇങ്ങനെ 2 പാനിൽ തന്നെ വെക്കണമെന്നില്ല. ഇതിലോട്ട് തന്നെ മറിച്ചിട്ടിട്ട് അപ്പോൾ ഒത്തിരി സമയം എടുക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പാനിൽ തന്നെ ഞാൻ കാണിച്ചു തരാം പൊങ്ങി വരുന്നത്. നമ്മളാദ്യം പെട്ടെന്ന് തന്നെ മറിച്ചിടൂലേ, രണ്ടാമത് മറിച്ചിടുമ്പോൾ അതിനേക്കാളും സമയം കൂടുതലെടുക്കും. നമ്മൾ സാധാരണ ചപ്പാത്തിയൊക്കെ ചെയ്യുന്ന പോലെ തന്നെയാണ്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വരും. ഈ ഒരു സമയത്ത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക കേട്ടോ. ഈ ഒരു പൊങ്ങാൻ വെക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. അപ്പോൾ നല്ലോണം പൊങ്ങി വരും. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ചുട്ടെടുത്താൽ മതി. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പത്തൽ നല്ല നാടൻ ചിക്കൻ കറിയുടെ കൂടെ കഴിക്കാനൊക്കെ ഏറ്റവും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ മുമ്പ് അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു ആ ഒരു ചിക്കൻ കറി, ഉമ്മ ഉണ്ടാക്കുന്ന ചിക്കൻ കറി എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ടേസ്റ്റാണത്. അപ്പോൾ കണ്ടില്ല, നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പത്തൽ നല്ല നമ്മുടെ തേങ്ങാപ്പാലില്ലേ, നല്ല തിക്കായിട്ടുള്ള 1-ാം പാല്, ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഏറ്റവും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് കാസർഗോഡുകാർക്ക് മൊത്തം ഉണ്ടോയെന്ന് അറിയില്ല. ഇവിടെ എല്ലാവർക്കും, അതുപോലെ എൻ്റെ വീട്ടിലും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു തേങ്ങാപ്പാലിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനായിട്ട്. ഒന്നുമില്ല, നമ്മൾ തേങ്ങ നല്ല തിക്കായിട്ട് പിഴിഞ്ഞെടുക്കുക, ഒരിച്ചിരി ഉപ്പും കൂടെ ചേർത്തിട്ട്. അപ്പോൾ ഇതിലോട്ട് ഇങ്ങനെ കുതിർന്ന് വന്നിട്ട് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നോമ്പിനാണെങ്കിലും അല്ലാത്തപ്പോഴൊക്കെ നല്ല ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു തേങ്ങാപ്പാലിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. അപ്പോൾ ഇത് നോമ്പ് തുറന്നിട്ടുള്ള കഴിക്കുന്ന സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ കമൻറ്റൊക്കെ വരാറുണ്ട്, അപ്പോൾ ഞങ്ങൾക്ക് മലപ്പുറംകാർക്ക് ഇത് ഉണ്ടാക്കി കൂടെ, കാസർഗോഡുകാരുടെ റെസിപ്പി എന്നൊക്കെ. അപ്പോൾ നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് തന്നെയാണ്, കാസർഗോഡുകാർക്കല്ലാത്തവർക്കൊക്കെ വേണ്ടിയിട്ട് തന്നെയാണ് ഇതിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ലൊരു റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.